ഗൈസ്, ഇന്ന് ഞങ്ങൾ തക്കാളി തൈകൾ നടാൻ പോവുകയാണ്. തക്കാളി തൈകൾ വിളഞ്ഞ് നടാൻ പാകത്തിനായിട്ടുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടി ചേർക്കാം. ഹലോ ഗൈസ്, തക്കാളി തൈകൾ നടാൻ ഞാൻ ആയിട്ടോ സിമൻറ്റ് ചാക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ സിമൻറ്റ് ചാക്ക് വെട്ടി അടിഭാഗം വെട്ടി കയറുകൊണ്ട് കെട്ടി നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. ഞാൻ ഇവിടെ വേപ്പിൻ പിണ്ണാക്കും മണ്ണും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യത്തെ തക്കാളി കൃഷി പരീക്ഷണമാണ്. മണ്ണ് നിറയ്ക്കാം. എൻ്റെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ചകിരിച്ചോറ് മേടിച്ചില്ല, തൽക്കാലം ഉള്ളത് കൊണ്ട് ചെയ്യാമെന്ന് വെച്ചു. ഹലോ ഗൈസ്, അങ്ങനെ തക്കാളി തൈകൾ പറിച്ച് നടാനായി പോവുകയാണ്. ബാ നടണ്ടേ പൊന്നാ. നട്ടോ അമ്മ കുഴിച്ച സ്ഥലത്ത് നട്. നട്ട് ഒരുപാട് അമർത്തണ്ട പൊന്നെ. എന്താവെന്ന് അറിയില്ല ഗൈസ്, എന്നാലും ഞങ്ങളൊന്ന് നടുകയാണ്. കുത്ത് വീഴരുത്. കുറച്ച് അത് ഞാൻ നട്ടോ. മൂട് മതി. ഇനി ഇവിടെ ഒരു ഊട്ടും കൂടി വേണം. മൂന്നെണ്ണം നട്ടാതെ പിന്നെ മൂന്നെണ്ണേ. സൈഡിൽ ഇവിടെ ഒരെണ്ണം കുത്ത്. നാളെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കൊക്കെ മേടിച്ചോണ്ട് വരാം. വേപ്പിൻ പിണ്ണാക്ക് ചകിരിച്ചോറൊക്കെ മേടിച്ചോണ്ട് വരാം. അമ്മ അതൊക്കെ ഞങ്ങൾ മേടിച്ചോണ്ട് വരാം. നിങ്ങളിനി അപ്പം മേടിക്കുന്നു. അടിപൊളി. ഇനി ഇവിടെ ഒരു കുത്തും കൂടി വേണം. ആടുണ്ട് ഇവിടെ അകത്തെ ഓക്കെ. വലുത് നോക്കി നടാം. നാളെ അമ്മേ അതൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ബാക്കി കൂടെ നടാം കേട്ടോ. ഇവിടെ ഒരു കുത്തും കൂടി വേണം. മതി പിന്നെ, ഇനി അതൊക്കെ വലുതായി വരുക എങ്ങനെയാണെന്ന് അറിയാൻ മേലല്ലോ. ഒരെണ്ണം കൂടി നട്ടേക്കാം. ബാക്കി ഇവിടെ കൂടി ഒരു കുത്തു വേണം. ഇവിടെ കുത്തൊന്നും വേണ്ട, ഇനി അത്രയും മതി. ഏതോ വലുതായി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ മേല. നമുക്ക് ഏതായാലും അത് പറഞ്ഞ ഒരു 4 നട്ടേക്കാം നമുക്ക്. ഇതവിടെ വെച്ചോ കീറല്ലേ, അത് കുഞ്ഞ് അതിന് തല ഒടിഞ്ഞ് വേറെ എടുക്കാം. പതുക്കെ പിടിക്കണേ, ഇത് കുഞ്ഞാണ്, പൊടിയാണ്. എൻ്റെ കാന്താരി പതുക്കെ പിടിക്കണം കേട്ടോ, സ്ലോലി. പൊടിയാണ് വാവേന്. ഓക്കെ മതി മതിയുടെ പിന്നെ അമ്മാമ്മ ഇത്ര നടന്നെ പറഞ്ഞത്. മതിയുടെ അത്രയും നട. ഇനി ബാക്കി നാളെ അമ്മേ വേപ്പിൻ പിണ്ണാക്കം മേടിച്ചോണ്ട് വന്നിട്ട് നടാം. ഇനി വെള്ളം ഒഴിക്കുവാ. അതൊക്കെ തളിച്ചൊഴിക്കണം. ഹലോ ഗൈസ്, അതൊക്കെ ഇച്ചിരി വെള്ളം ഇങ്ങനെ തളിച്ചൊഴിച്ചാൽ മതി. ഇതിങ്ങനെ അമ്മ ഒഴിക്കത് ഇങ്ങനെ ഒരുപാട് ഒഴിക്കലൂടെ വെക്കാം. ശരി, നമുക്ക് ബാക്കിയുള്ള ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാം. നമ്മുടെ തൈല് നിറച്ചത് പുല്ലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട്. നമുക്കിതൊക്കെ മാറ്റണം.